ഹലോ, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പൊതുവേ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആണ് ഞാൻ കൂടുതലായിട്ട് ഇടാറ്. നമ്മുടെ ഡാൻസ് ദിവസേന നടക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ ഇടാറ്. അപ്പോൾ എന്നും ഒരേപോലത്തെ വീഡിയോ ഇട്ട് എല്ലാവർക്കും എടുക്കല്ലോ വിചാരിച്ചിട്ട് ഞാനൊന്ന് വെറൈറ്റി പിടിക്കാൻ വിചാരിച്ചു. ഇന്നൊരു മീൻ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം പൊതുവേ പോലെ തന്നെ ഞാൻ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കടുകും കരിവേപ്പിലയും ഇട്ടിട്ട് മൂപ്പിക്കും കേട്ടോ. കാരണം പൊതുവേ ബേസിക്കായിട്ട് എല്ലാ കറി ഉണ്ടാക്കും. ചിലർ കടുക് പൊട്ടിക്കാതെ വെളിച്ചെണ്ണയിൽ മാത്രം മൂപ്പിച്ചുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കടുക് പൊട്ടിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം. കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കുക, പൊട്ടിക്കാത്തവർക്ക് പൊട്ടിക്കാതിരിക്കുക. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് ഞാൻ കരിവേപ്പിലിട്ടു. പിന്നെ ഇതാ ഒരു ഉള്ളി, ഒരു വലിയ സവാള, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കണ്ടേ. അത് ചേർത്തിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഞാൻ പൊതുവേ കേട്ടിട്ടുള്ളതും എനിക്ക് അനുഭവം ഉള്ളതൊരു കാര്യമാണ്, ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റുമെന്ന് പറയുന്നത് കേൾക്കാം. മറ്റത് നമ്മളിങ്ങനെ കുറേ ടൈം എടുക്കുന്നു വഴണ്ട് വരാണ് ഉള്ളി. ഉപ്പിടുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. സത്യമാണെന്ന് അറിയില്ല, ഒരുപാട് പേര് പറയുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ടിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. ഇതൊന്ന് വഴറ്റി വന്നിട്ട് കുറച്ചൊരു അടച്ച് ഞാൻ വഴറ്റി. അപ്പോൾ ഒരു ബ്രൗൺ കളർ വന്നാൽ കണ്ടോ, അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ടിട്ടാ, അത്യാവശ്യം പഴുത്ത ഒരു തക്കാളി ഇട്ട് അതിട്ടിട്ട് നല്ലോണം ഞാൻ വഴറ്റിയെടുക്കുകയാണ്. നല്ലോണം വഴറ്റിയതിന് ശേഷം, കാരണം പെട്ടെന്ന് വഴറ്റിയിട്ട്, കാരണം നമ്മൾ അടുപ്പത്താക്കിയ കാരണം ചൂട് നിൽക്കുമല്ലോ, പെട്ടെന്ന് വഴറ്റി കിട്ടുന്നുണ്ട്. അങ്ങനെ അത് കുറച്ചൊരു അടച്ചപ്പോഴേക്ക് നല്ല ബ്രൗൺ കളറായി, നല്ലോണം വഴറ്റി നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ചേർക്കണം കേട്ടോ. പക്ഷേ എനിക്ക് അത് വീഡിയോയിൽ പെടുത്താൻ പറ്റിയില്ല. അപ്പം ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുള്ളൂ. അതൊന്ന് നന്നായിട്ട് പ്പിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് പൊടികളൊക്കെ നന്നായി ഇളക്കി ഇതാക്കണേ. ചിലതിങ്ങനെ കട്ട കുത്തി നിൽക്കും. അപ്പോൾ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം, തിളപ്പിക്കണം. ഇത് ഒന്നൊരു കുഴമ്പ് രൂപത്തിലാവണം കേട്ടോ. നമുക്ക് തോന്നും കുറച്ച് മുഴുപ്പ് വന്ന് ഒരു കട്ടി വന്ന് കറിക്ക് തോന്നും. ആ രീതിയിൽ നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ അടച്ചിട്ട് തിളപ്പിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ കറി തിളപ്പിക്കട്ടെ. എന്താ, കറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുഴുപ്പ് പോലെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ കോഴിക്കോടുകാരുടെ ചൂതമീൻ അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറക്കാരുടെ കുടുതമീൻ, ഇതാട്ട മീൻ കണ്ട വലിയ പഞ്ഞിയാട്ടാ. ഇവിടെ പഞ്ഞിക്ക് ഇടരുന്നാണ് പറയുന്നത് തോന്നുന്നു. അങ്ങനെ എന്തോന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കറക്റ്റ് അറിയില്ല, ചിലപ്പം തെറ്റിയിരിക്കും. അപ്പോൾ അതാ കറി നല്ലോണം ഒന്ന് മുഴുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് പുളി ഒഴിക്കാം കേട്ടോ. പുളി ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. കാരണം മീനിൽ ഇനി പിടിക്കേണ്ട, മീനിടുമ്പോൾ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഓപ്പോസിറ്റ് 2 അടുപ്പുണ്ട്. ഒരു അടുപ്പിൽ ഞാൻ ചോറുണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ടില്ല, അടുക്കളയിൽ നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ആ ഒരു ചില്ലിലൂടെ നല്ലോണം ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം കറി തിളച്ച് മീൻ ഇട്ടിട്ട്, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മീൻ ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. മീനൊന്ന് വേവണ്ടേ. അങ്ങനെ തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതാ കറി റെഡിയായി ഞാൻ പുറത്തിറക്കി. അടുപ്പിൽ വെച്ച കാരണം തന്നെ ചട്ടിക്ക് നല്ല ചൂടുള്ള കാരണം കണ്ടോ, പുറത്തിറക്കിയതിന് ശേഷം കറി നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നു. കുറേ നേരം തിളച്ചു. അപ്പോൾ ഈ തിളച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു കരിവേപ്പിലേൻ്റെ തണ്ടൂടുക. അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാകും, കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ കറീൻ്റെ ചൂടിൽ കരിവേപ്പില അതിലൊന്ന് കിടക്കുമ്പോൾ നല്ലൊരു മണം നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കരിവേപ്പിലയും വെളിച്ചെണ്ണയും ചേർക്കുന്നത്. അപ്പം കറി റെഡി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കറീൻ്റെ റിവ്യൂ കേൾക്കണ്ടേ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ റിവ്യൂവിനെ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ അതാ കറി ഒഴിച്ചിട്ടുണ്ട്, മാങ്ങാക്കറി ഉണ്ട്, അച്ചാറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്. അപ്പോൾ ആളെന്താ പറയണേ കേട്ടാലോ. സൂപ്പർ.